പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ദിനം യുഡിഎഫ് കരിദിനമായി ആചരിച്ചു. പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കരിദിനാചരണ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം ഉദ്ഘാടനം ചെയ്തു. ഇടതന്മാരുടെ ദുർഭരണം പിണറായിയുടെ 4ാം വാർഷികം ധൂർത്താണ് കരിദിനമാണ് കേരള ജനത കരിദിനമായി ഇന്നേ ദിവസം ആഘോഷിക്കും. യുഡിഎഫ് സിന്ദാബാദ്. നമുക്കറിയാം 4 വർഷം കൊണ്ട് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ 4 വർഷം കൊണ്ട് എന്താണ് ഇവിടെ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുച്ചൂടും മുടിച്ച ഒരു ഗവൺമെന്റ്. ഏത് മേഖല നിങ്ങൾ പരിശോധിച്ചാലും ഇവിടെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ ഒരു ഗവൺമെന്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, സാധാരണക്കാരുടെ പാർട്ടി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ വാർഷികത്തിന് വേണ്ടി കേരളത്തിലെ ലക്ഷക്കണക്കിന് കേര കർഷകർക്ക് നവാദ് അനുവദിച്ച 40 കോടി രൂപ അവരുടെ വാർഷികത്തിന് വേണ്ടി വകമാറ്റി ചെലവഴിക്കാൻ തീരുമാനമെടുത്ത ഒരു ഗവൺമെന്റ്. അതുപോലെ തന്നെ ഈ സർക്കാരിന് വേണ്ടി ഒരു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡോക്യുമെന്ററി ഉണ്ടാക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിലെ അവർ അസോസിയേഷന് 40 ലക്ഷം രൂപയാണ് ഈ സർക്കാർ അനുവദിച്ചത്. ഇതുപോലെ തൂർത്ത് നടത്തിക്കൊണ്ട് ഈ കെടുങ്കാര്യസ്ഥയ്ക്ക് പേരുകെട്ട ഈ ഗവൺമെന്റ് ഇവിടെ സൂചിപ്പിച്ചു. ആശാവർക്കർമാരുടെ കാര്യം, അതുപോലെ തന്നെ നമ്മൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും എല്ലാ മേഖലയും കുത്തുപാലെടുത്ത ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഈ ഗവൺമെന്റ് കൂടുതൽ അവരുടെ വാർഷികാഘോഷത്തിന് വേണ്ടി സാധാരണക്കാരന് ലഭ്യമാകേണ്ട പണം ഉപയോഗിച്ചുകൊണ്ട് വകമാറ്റിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഇതിനെതിരെ ശക്തമായ സമരങ്ങളുമായി യുഡിഎഫ് മുന്നോട്ട് പോവുകയാണ്. യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എ അഹമ്മദ് കുട്ടി അധ്യക്ഷനായി. ചടങ്ങിൽ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റുമാരായ വി പി അഹമ്മദ് കുട്ടി മദനി, പി ഷംസുദ്ദീൻ, യുഡിഎഫ് പഞ്ചായത്ത് കൺവീനർ വി ഹൈദ്രു, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എ അബ്ദുഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.